ഈ എക്സാമിനെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് 200-ലധികം സാക്ഷ്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചെറിയ അറിവ് വെച്ച് ഞാൻ എൻ്റേതായ രീതിയിൽ മാതാവിനോട് ആ സിസ്റ്റത്തിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്തായിട്ട് ലേശം ഉപ്പിട്ടു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വെഞ്ചരിച്ച് എനിക്ക് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു എക്സാമിന് മുമ്പായിട്ട്. അപ്പോൾ അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച് തന്ന ആ രൂപമെടുത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നു. നോർമലി ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമുകൾക്കും ഇങ്ങനത്തെ വസ്തുക്കൾ അകത്ത് പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല. അവരതിന് മുമ്പ് നമ്മളെ ബോഡി ഫ്രിസ്കിങ് ചെയ്യും. അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ അമ്മ എനിക്ക് ഒരു തടസ്സമായി തന്നില്ല. മൂന്നാമതായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ്റെ ഉണ്ടായ ഒരു അനുഭവമാണ്. ആ ചേട്ടൻ കൃപാസനത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ആ ചേട്ടനാണെങ്കിൽ നല്ല പ്രായമുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു സ്ട്രോക്ക് സംഭവിച്ചു. അത് നവംബർ മാസത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് അതെൻ്റെ മനസ്സിലെന്തോ മാതാവ് ഉടമ്പടി സമയം 6 നിയോഗങ്ങൾ വെക്കുന്ന ടൈമിൽ എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു സ്ട്രോക്ക് വന്ന ആളല്ലേ, അപ്പം അത് അസാധ്യ കാര്യങ്ങളിലൊന്നാണ് എന്നുള്ള രീതിയിൽ ഞാനത് ആ 6ാമത്തെ നിയോഗമായിട്ട് അതിൽ കുറിച്ച് വെച്ചു. കാരണം ഞാൻ